ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കൊണ്ട് ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ശീമച്ചക്ക ബജി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ശീമച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വിളഞ്ഞ ശീമച്ചക്ക വേണം ബജി ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. അത് ഞാൻ തൊലിയെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പൂഞ്ചും നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. ഇനി ഇതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ചീമച്ചക്ക നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കനത്തിൽ വേണം ചീമച്ചക്ക കട്ട് ചെയ്തെടുക്കാൻ. കനം ഒരിക്കലും കൂടിപ്പോകരുത്, കാരണം ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെന്ത് കിട്ടണം. അതുകൊണ്ട് കനം കൂടിപ്പോകരുത്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ശീമച്ചക്ക ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ശീമച്ചക്കയിലെ കറയെല്ലാം നന്നായിട്ട് മാറിയിട്ട് കുറച്ച് ഉപ്പ് പിടിച്ച് കിട്ടും. ഇനി ഇതൊന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. 1 നുള്ള് സോഡാപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടൊരു ബാറ്റർ തയ്യാറാക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഞാനിപ്പോൾ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം. ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശീമച്ചക്ക വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച ശേഷം അതൊന്ന് തുടച്ചെടുക്കാം. ഒരു വൃത്തിയുള്ള തുണി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ഇനി ഓരോ പീസായിട്ട് ബാറ്ററിലിട്ടിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരിയിടുവാണെങ്കിൽ കയ്യിലൊന്നും ആകാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ബജി എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടണം. എന്നാൽ ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ അതിൻ്റെ ചീമച്ചക്കയില നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ശീമച്ചക്ക കൊണ്ടുള്ള ബജി റെഡി ആയിട്ടുണ്ട്. ശീമച്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.